യൂട്യൂബ് ഭരണകാലത്ത് 18 മാസം പെൻഷൻ എല്ലാ നാട്ടുകാരും നേതാക്കളും വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണോ? CAGയുടെ റിപ്പോർട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പരസ്യ പ്രസ്താവനകളുണ്ട്. പിന്നെ ഏതെങ്കിലും കാലത്ത് UDF പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ നാം കാണേണ്ടത്, ചിലർ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. 2016 തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിരുന്നത് 1000 രൂപ പെൻഷനാക്കും എന്നല്ലാണല്ലോ. ഞങ്ങൾ 1600 രൂപയാക്കിയില്ലേ? കാരണം അന്ന് കോവിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയും കുറച്ച് മെച്ചമായിരുന്നു. അതുകൊണ്ട് 1600 രൂപയാക്കി ഉയർത്തി. പറഞ്ഞതിനപ്പുറത്തേക്ക് പോയി. ഇത്തവണ ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇത്തവണ ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു ഞെരുക്കം ഗവൺമെന്റിന് വന്നിട്ടുണ്ട്. ആ ഞെരുക്കം വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. കേന്ദ്രത്തിലും ഇന്ന് കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട വിഹിതം കിട്ടുമില്ല. അത് കിട്ടാത്തത് കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും മുടക്കമില്ലാതെ കൊടുക്കുക എന്നതിനാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്രധാന പരിഗണന നൽകുന്നത്. എന്നാൽ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ തുറന്നു പറഞ്ഞതിനനുസരിച്ച് മുടക്കമില്ലാതെ കൊടുക്കാൻ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന് ശേഷം ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രിയും എല്ലാവരും ചേർന്ന് കഴിഞ്ഞ 1-2 മാസമായി നടത്തിയിട്ടുള്ള ആസൂത്രണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ആദ്യ ഭാഗം ഇപ്പം തന്നെ അനുവദിച്ചല്ലോ. ധനവകുപ്പ് ഇന്ന് തന്നെ അനുവദിച്ചിരിക്കുന്നു. ഒരു മാസത്തെ കൊടുക്കാനുള്ളതും 2000 രൂപ അടുത്ത മാസം 3600 രൂപയാണ് ഈ നവംബർ മാസം ഓരോ പെൻഷൻകാർക്കും ലഭിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കുള്ള പെൻഷൻ, ചെറുപ്പക്കാർക്കുള്ളതെല്ലാം ഗവൺമെന്റ് അവന്റെ നിലപാടിനനുസരിച്ചാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലല്ലല്ലോ. എത്ര ഇന്ന് പട്ടയമേള ഉണ്ടായിരുന്നു, എത്ര പട്ടയം കൊടുത്തു, ഏതെല്ലാം രൂപത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി ഓരോ ഘട്ടത്തിലും. അപ്പോൾ അത് ഈ നാട് അംഗീകരിക്കുന്നതാണ്. തെറ്റായ പ്രചാരവേലകൾ നടത്തിയാൽ അതൊന്നും ചെലവാകില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആധികാരികമായി പറഞ്ഞില്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീ ഒപ്പിട്ടത് അത് വേറെ വ്യവസ്ഥകളാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ ആരും അതൊന്നും കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പലതും ആധികാരികമെന്ന മട്ടിൽ പറയാനുള്ള സവിശേഷമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നല്ലാതെ ഈ നിബന്ധന അല്ലാതെ ഏത് നിബന്ധന ഇല്ലായിരുന്നേ? എല്ലാ പബ്ലിക് ഡൊമൈനിൽ കിട്ടില്ല. അവർ ഒപ്പിട്ട MOU നോക്കിക്കോളൂ, ഏത് നിബന്ധന ഇല്ലാതിരുന്നത്. അപ്പൊ അതാണ്, അത് ഇങ്ങനെ ആധികാരികം വന്നിട്ട് അദ്ദേഹം പറയും. ഇപ്പോൾ CAG റിപ്പോർട്ട് നോക്കിയാൽ മതി. CAG റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ കേരളത്തിൽ കുടിശ്ശിക മുടങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നതുണ്ട്, നിയമസഭയ്ക്കകത്തുണ്ട്. പിന്നെ ജിയോകൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് അതെല്ലാം കേരള നിയമസഭയ്ക്കകത്ത് തന്നെ ഞങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ തുറന്നു കാട്ടിയിട്ടുള്ള കാര്യമാണ്.